പീപ്സ്, വെൽക്കം ടു ആർട്ടിസ്റ്റിക്. ഇന്ന് നമുക്കൊരു സെൻറ്റാങ്കിൾ ഇൻസ്പയർഡ് ആർട്ട് വീഡിയോ കണ്ടു നോക്കിയാലോ. ഈ സെൻറ്റാങ്കിൾ ഇൻസ്പയർഡ് ആർട്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് പ്യുവർ സെൻറ്റാങ്കിൾ ആർട്ടല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ പ്യുവർ സെൻറ്റാങ്കിൾ ആർട്ട് എന്നുള്ളത്. കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാത്തതുണ്ടായിരിക്കും. ഈ സ്ട്രക്ചേർഡ് ആയതോ അതല്ല റിപ്പീറ്റേറ്റീവ് പാറ്റേൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നതാണ് ഈ പ്യുവർ സെൻറ്റാങ്കിൾ ആർട്ട് എന്ന് പറയുന്നത്. നമ്മളിവിടെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് ഒന്നല്ല യൂസ് ചെയ്യണത്, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള പാറ്റേൺസ് ആണ് വരച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്റാങ്കിൾ ഇൻസ്പയർഡ് ആർട്ട് എന്ന് പറയാം. ഇതുപോലെ ഒരു ആർട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, റെയിൻ ഡ്രോപ്പ് ആർട്ട്. വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഇതുപോലെ ഷേപ്സ് വരച്ചു കൊടുക്കുക. ഈ ഷേപ്പിന് പ്രത്യേകം പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് ഇതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് അറിഞ്ഞൂടാ. ഒരു സർക്കുലർ ഷേപ്പൊക്കെ ആയിട്ട് തോന്നും, നമുക്കിതിനൊരു സർക്കുലർ ഷേപ്പ് എന്ന് പറയാം. ഇനി ഇതിന് കറക്റ്റ് പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇത് കാണുമ്പോൾ എനിക്കൊരു വേവ്സ് ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നണതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആദ്യം ഇതുപോലെ ഷേപ്സ് വരച്ചു കൊടുക്കുക, അതിൻ്റെ സൈസൊന്നും പ്രശ്നമില്ല. അതിനുശേഷം ഇതുപോലെ 4 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതും നിങ്ങൾക്ക് ഓപ്ഷണലാണ്, 4 പാർട്ട് വേണോ 3 പാർട്ട് വേണോ എന്നുള്ളത്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സർക്കുലർ ലൈൻസിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇടവിട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം. കളർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ബോക്സിൽ ഇതുപോലെ കളർ ചെയ്ത് കൊടുത്തു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബോക്സിൽ ഈ സർക്കുലർ ഷേപ്പിൻ്റെ പകുതി ഭാഗം ഉണ്ടാവുമല്ലോ, അതിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് കളർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ബോക്സിലും വരുമ്പോൾ രണ്ടാമത്തെ ബോക്സിൻ്റെ എക്സ്ട്രാ വന്ന ഭാഗം ഉണ്ടാവുമല്ലോ, അതിലും ഇതുപോലെ ഓൾട്ടർനേറ്റീവായിട്ട് കളർ ചെയ്ത് കൊടുക്കുക. 4ാമത്തെ പാർട്ട് വരുമ്പോഴും അതുപോലെ കളർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമാണ് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കേണ്ടത്. ലാസ്റ്റ് നമുക്കൊരു 3D ലുക്കാണ് കിട്ടുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.